വർണ്ണാശ്രമം എന്ന് പറയുന്നതിൽ സന്യാസി ആരാണെന്നുള്ളത് ഞാൻ ഒരു അവതരണത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വർണ്ണാശ്രമത്തിലെ ബ്രഹ്മചാരി ആരാണെന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ പഴയ സന്യാസത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഹിഡൻ പാറ്റേൺസുകളെ റിക്കഗ്നൈസ് ചെയ്യാനായിട്ടുള്ള സ്വതസിദ്ധമായ ഗുണത്തോടുകൂടി ജനിക്കുന്നതാണ് സന്യാസി. ഇനി ഹിഡൻ പാറ്റേൺസുകൾ റിക്കഗ്നൈസ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക്, ചില അദ്വൈതാർത്ഥങ്ങൾക്ക്, ജനിക്കുന്ന അദ്വൈതാർത്ഥങ്ങൾക്ക് പുതിയ പുതിയ രൂപങ്ങളെ ഉണ്ടാക്കാൻ പറ്റുന്ന രൂപങ്ങളെ സങ്കല്പിക്കാനായിട്ടുള്ള കഴിവുണ്ടാവും. പുതിയ പുതിയ രൂപങ്ങൾ, ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതായിരിക്കാം, അല്ലെ പുതിയൊരു മ്യൂസിക് ഉണ്ടാക്കുന്നതായിരിക്കാം, ഓർക്കസ്ട്രേഷൻ ഉണ്ടാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു മെഷീൻ ഉണ്ടാക്കുന്നതായിരിക്കാം, പുതിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതായിരിക്കാം. ഇങ്ങനെ പുതിയ പുതിയ രൂപങ്ങൾ, പുതിയ പുതിയ പാറ്റേൺസുകളെ മനസ്സിൽ കാണാനും അതിനെ കൃത്യമായിട്ട് അതിൻ്റെ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാനും കഴിവുള്ള കുട്ടികളുണ്ടാവും. അദ്വൈതാർത്ഥങ്ങൾ ജനിക്കുമ്പോൾ മുതലുള്ള ഗുണമാണ്. അവർക്ക് എപ്പോഴും പുതിയ പുതിയ പാറ്റേണുകൾ ഉണ്ടാക്കുന്നതിനോടായിരിക്കും താല്പര്യം ഉണ്ടാവുക. അങ്ങനെയുള്ള ആ പുതിയ പാറ്റേണുകളെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള കഴിവ്, പുതിയ പാറ്റേൺ എന്ന് വെച്ചാൽ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുക എന്നല്ല, അതായത് നമ്മുടെ മനസ്സിൽ ഒരു ഇമാജിൻ ചെയ്യണം, പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കണം, അതിന് ഇന്ന കാര്യങ്ങൾ വേണം എന്ന് വെച്ചാൽ അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് ഒരു അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവും. അങ്ങനെ ഉണ്ടാക്കാനായിട്ടുള്ള ആ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പുതിയ പുതിയ പാറ്റേണുകളെ ഇമാജിൻ ചെയ്ത് അതിനനുസരിച്ച് അതിൻ്റെ കണക്കും അതിൻ്റെ മെഷർമെൻറ്റുകൾ ഇതെല്ലാം വെച്ച് കറക്റ്റ് ആ സ്ട്രക്ചറിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള സ്വതസിദ്ധമായ കഴിവ്. ആ കഴിവിനെയാണ് ബ്രഹ്മഗുണം എന്ന് പറയുന്നത്. ആ കഴിവോടുകൂടി ജനിക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ നിങ്ങൾ മ്യൂസിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എ ആർ റഹ്മാൻ മ്യൂസിക്കിൽ, സിനിമ, നമ്മുടെ ഇന്ത്യൻ സിനിമാ സംഗീതം വെച്ച് നോക്കുമ്പോൾ അതിൽ ബ്രഹ്മഗുണമുള്ള ഒരാളാണ്. അങ്ങനെ ഓരോ മേഖലയിൽ ഇപ്പോൾ പുതിയൊരു ആപ്ലിക്കേഷൻ ഒരാൾ മനസ്സിൽ രൂപകൽപ്പന ചെയ്യുന്നു, അതെങ്ങനെ വർക്ക് ചെയ്യണം, എന്ത് ചെയ്യണം, അതിൻ്റെ കംപ്ലീറ്റ് ബ്ലൂ പ്രിൻ്റ് ആക്കുന്ന ഒരാളുണ്ടാവും. അയാളുടെ ആയിരിക്കും ആപ്ലിക്കേഷൻ. എന്നിട്ട് അയാൾ വേറെ ആൾക്കാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാം. അതാരാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കി, അത് വരച്ചു, കൃത്യമായിട്ട് അതിൻ്റെ മെഷർമെൻറ്റുകൾ എല്ലാം റെഡിയാക്കി, ആ ബ്ലൂ പ്രിൻ്റ് റെഡിയാക്കി. ആ ബ്ലൂ പ്രിൻ്റ് അങ്ങനെ റെഡിയാക്കി എടുക്കാനായിട്ടുള്ള ആ കഴിവാണ് പുതിയത് കാണാനും അതിനെ നമുക്ക് ഒരു ബ്ലൂ പ്രിൻ്റാക്കി മാറ്റാനുമായിട്ടുള്ള കഴിവ്. അതാണ് ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ലെഫ്റ്റിൽ കാണുന്ന വലിയ ചക്രം എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്രിൻ്റാണ്. പല പല കാര്യങ്ങൾ ആക്കി മാറ്റുന്നതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ്. അതിനെ അയാൾ വരക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് അയാൾ റെഡിയാക്കുകയാണ്. അയാളുടെ മനസ്സിലുണ്ട് എങ്ങനെ വർക്ക് ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു നോവൽ എഴുതുന്ന ആൾ, അയാൾ ഒരു ബ്രഹ്മഗുണമുള്ള ഒരാളാണ്. അയാൾ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വലിയൊരു ലോകം സൃഷ്ടിക്കുകയാണ്, അല്ലെ, ഒരു സങ്കല്പത്തിൻ്റെ ലോകം. ഇതിനെയാണ് ബ്രഹ്മഗുണം എന്ന് പറയുന്നത്. അത് ഓരോ മേഖലയിലും ആ ബ്രഹ്മഗുണമുണ്ട്. ഓരോ മേഖലയിലും, അത് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ, മീൻസ് ഇലക്ട്രിക്കൽ ഫീൽഡിൽ, ഇലക്ട്രോണിക്സ് ഫീൽഡിലായിക്കോട്ടെ, അതെല്ലാം വസ്തുനിർമ്മാണ മേഖലയാണ്. അങ്ങനെ എല്ലാ മേഖലയിലും പുതിയ പുതിയ കാര്യങ്ങളെ ഉണ്ടാക്കാനായിട്ടുള്ള, ആ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ടുള്ള കഴിവുള്ളതിനെയാണ് ബ്രഹ്മഗുണം എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ ആ ഗുണത്തിൻ്റെ രീതിയിൽ അയാൾ ചെറുപ്പം മുതലേ പഠിച്ച് അയാൾ ആ വഴിക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, ജീവിതം ആ കർമ്മത്തിലാണ് അയാൾ ചരിക്കുന്നതെങ്കിൽ അയാൾ വിളിക്കുന്ന പേരാണ് ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ബ്രഹ്മം എന്ന് പറയുന്നത് ആ ബ്ലൂ പ്രിന്റിനെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അതൊരു ബ്ലൂ പ്രിന്റ്, അതാണ് ഡോട്ട് ഇട്ട് കാണിച്ചിരിക്കുന്നത്. അതിനെ വരക്കുക. ആ ബ്രഹ്മഗുണത്തോടു കൂടി ജീവിതം കർമ്മമായിട്ട് എടുത്ത്, ആ ജീവിതത്തിൽ അത് കർമ്മമായിട്ട് എടുത്ത് ജീവിക്കുന്ന ആൾ. ഇപ്പോൾ എ റഹ്മാൻ ഒരു ബ്രഹ്മചാരിയാണ്, ഇളയരാജ ഒരു ബ്രഹ്മചാരിയാണ്. അതുപോലെ തന്നെ ഓരോ ഫീൽഡിലും ഉണ്ടാവും ആൾക്കാർ. നമുക്കിപ്പോൾ പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ് ബ്രഹ്മചാരികളാണ്. മനസ്സിലായോ? അപ്പം ഇത് കോമൺ ആയിട്ട് ഇങ്ങനെ രൂപകൽപ്പന ചെയ്യുന്ന ആൾക്കാരെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്നത് ബ്രഹ്മാവ് എന്നാണ്. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ ചെയ്യുന്നവൻ, അതായത് രൂപകൽപ്പനയെ ആവിഷ്കരിക്കുന്നവൻ. അതാണ് ബ്രഹ്മാവ്. അത് കോമൺ ആയിട്ട് നമ്മൾ എല്ലാ മേഖലയും വെച്ച് പറയുമ്പോൾ ബ്രഹ്മാവ് എന്നാണ് പറയുക. ഇനി അത് ഒരു ജീവിത കർമ്മമായി തിരഞ്ഞെടുത്ത് ആ ജോലിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ജീവിക്കുമ്പോൾ അയാളെ ബ്രഹ്മചാരി എന്ന് പറയും. മനസ്സിലായോ? ഇനി ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ
അതൊരു വ്യവസ്ഥയിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് ഞാൻ ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന കാര്യം അവതരിപ്പിക്കുമ്പോൾ ഞാനിത് കൂടുതൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ബ്രഹ്മചാരി, ബ്രഹ്മാവും ബ്രഹ്മചാരി. അപ്പോൾ ഈ ഗുണത്തോടു കൂടി ഒരു അദ്വൈതാർത്ഥം ജനിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് പഠിച്ചുണ്ടാക്കാൻ പറ്റില്ല. പുതിയ രൂപകൽപ്പന എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അതങ്ങനെ അയാളുടെ മനസ്സിലാണ്, ആ കുട്ടിയുടെ മനസ്സിലാണ് പുതിയ രൂപങ്ങൾ ഉണ്ടാവുന്നത്. അതിനെ എങ്ങനെ നമുക്ക് പുറത്തോട്ട് എത്തിച്ച് അതിനെ എത്ര മനോഹരമായ രീതിയിലോട്ട് അങ്ങനെയുള്ള കുറേ ടിപ്സുകളെ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ പുതിയ പുതിയ രൂപകൽപ്പന ഉണ്ടാകാനായിട്ടുള്ള ആ ടെൻഡൻസിനെ വളർത്തിക്കൊണ്ടുവരാനേ പറ്റുള്ളൂ. അല്ലാതെ ആ നേച്ചറിനെ ഉണ്ടാക്കാൻ പറ്റില്ല, ആ ഗുണത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കുറേ പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടോ. അതായത് പിന്നെ നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് മ്യൂസിക്കിൻ്റെ തിയറി മുഴുവൻ ഇരുന്ന് പഠിച്ചിട്ട് മ്യൂസിക് പഠിച്ചുകൊണ്ട് കമ്പോസർ ആവില്ല. അതിന് ജന്മഗുണം വേണം. എന്ന് പറഞ്ഞാൽ ജനിതകമല്ല, ഒരാത്മഗുണമാണ്. ആ ആത്മഗുണം അവിടെ വേണം. ആ ഗുണത്തോടുകൂടി ജനിച്ചാലേ കമ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിക്കൂട്ടിയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാം, അതല്ല. അത് ജന്മഗുണമാണ്. അങ്ങനെയുള്ള പുതിയ പാറ്റേണുകൾ ചെയ്തെടുക്കാനായിട്ടുള്ള സ്വതസിദ്ധമായ കഴിവ്. അത് ഒന്നും രണ്ടും അല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അത് അൺസ്റ്റോപ്പബിളായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് മറ്റേ വ്യാസഗുണത്തിലും അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരു ചെറിയൊരു കാര്യത്തിൻ്റെ ഹിഡൻ പാറ്റേൺ തിരിച്ചറിഞ്ഞ് അതോടുകൂടി വ്യാസൻ അവിടെ തീരുന്നില്ല. എവിടെ നോക്കിയാലും ആ ഹിഡൻ പാറ്റേൺസുകൾ ഇങ്ങനെ അയാൾ കണ്ടുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെയാണ് നൈസർഗികമായിട്ട് ഗുണമുള്ള ആൾ, ബ്രഹ്മഗുണമുള്ള ആൾ, അവർക്ക് പുതിയ പുതിയ പാറ്റേൺസുകൾ വന്നുകൊണ്ടിരിക്കുക. അതായിരിക്കും അവരുടെ ഗുണം. അവർക്ക് അതായിരിക്കും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുക. അവരുടെ മനസ്സ് മുഴുവൻ ആ പുതിയ രൂപകൽപ്പനകൾ ഉണ്ടാകുന്നതുമായിട്ട് ഇഴുകിച്ചേർന്നിരിക്കുന്നതായിരിക്കും. അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അതിനെ എങ്ങനെ പുറത്തെടുത്ത് അതിനെ കൂടുതൽ വളർത്തി എങ്ങനെ മനോഹരമാക്കി എങ്ങനെ ഏറ്റവും പരിചിതമായ രീതിയിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ള ട്രെയിനിങ്ങും അവരതിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്ങും ഇതൊക്കെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അറിവ്, ഇതുവരെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പല തത്വങ്ങളും, വ്യാസന്മാർ കൊണ്ടുവന്നിരിക്കുന്ന തത്വങ്ങൾ, സന്യാസികൾ കൊണ്ടുവരുന്ന തത്വങ്ങൾ, അവയെക്കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ അറിവ് കൊടുക്കാൻ പറ്റും, ഒപ്പം ഒരു പരിശീലനം കൊടുക്കാൻ പറ്റും. അല്ലാതെ ഗുണത്തെ ഉണ്ടാക്കാൻ പറ്റില്ല. അത് ആത്മഗുണമാണ്. ഇതാണ് ബ്രഹ്മഗുണം എന്ന് പറയുന്നത്. വർണ്ണാശ്രമത്തിലെ ബ്രഹ്മഗുണം എന്ന് പറയുന്നത് ഇതാണ്. അത് കർമ്മമായി എടുത്ത് ജീവിക്കുന്ന ആളെ ബ്രഹ്മചാരി എന്നും, പൊതുവെ എല്ലാ മേഖലകളിലുമുള്ള ബ്രഹ്മങ്ങളെ ചെയ്യുന്ന ആൾക്കാരെ ബ്രഹ്മാവ് എന്ന് നമ്മൾ പറയും. ബ്രാഹ്മണൻ എന്താണെന്നുള്ളത് ഞാൻ ഈ ചാതുർവർണ്ണ്യം പറയുമ്പോൾ അത് പറയാം. ഇവിടെ നമ്മൾ എങ്ങനെയാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്? ബ്രഹ്മചാരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രഡീഷനിൽ എങ്ങനെയാണ് അതിനെ കള്ളത്തരമാക്കി മാറ്റി വെച്ചിരിക്കുന്നത്? അതായത് അത് വേറെന്തൊരു കാര്യമാണ്. അതായത് 18 വയസ്സ് വരെ ഇരുന്ന് പഠിക്കുന്നതിനെയാണ് ബ്രഹ്മചാരി. അതായത് പിന്നെ ഈശ്വരനെ സേവിച്ചോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ 18 വയസ്സ് വരെ ഇരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്നവർ എന്തൊക്കെയോ ഇരുന്ന് പഠിക്കുക, മറ്റേ യാതൊരുവിധ സെക്ഷുവാലിറ്റിയോ അങ്ങനെയുള്ള യാതൊന്നും ഇല്ലാതെ, ഇതൊക്കെ വെറും കള്ളത്തരമാണ്. മനസ്സിലായോ? ഇതൊന്നുമല്ല ബ്രഹ്മചാരി. അത് കഴിഞ്ഞ് ഒരു 18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഗൃഹസ്ഥം വരുമ്പോഴത്തേക്ക് എന്ത് കിട്ടുന്നു? ഒരു പെണ്ണിനെ കെട്ടി കല്യാണം കഴിച്ച് ജീവിക്കുന്നു. അതെന്തുവാണ് ഈ പറയുന്നത്? എന്ത് മെത്തഡാണ് പറയുന്നത്? അത് കഴിയുമ്പോഴത്തേക്ക് കുറേ നാൾ ആ പെണ്ണിൻ്റെ കൂടെ ജീവിച്ചുകൊണ്ടാണോന്ന് അറിയില്ല, അയാൾക്ക് തലക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് അയാൾ നിങ്ങളെ കാട്ടിലോട്ട് ഓടിപ്പോവും. അങ്ങനെ കാട്ടിൽ പോയി അവിടെ കുറേ നാൾ ജീവിക്കുക, അതാണ് വനപ്രസ്ഥം. പിന്നെ കാട്ടിൽ അങ്ങനെ കുറേ നാൾ എല്ലാവരും കൂടി അങ്ങനെ പോയി ജീവിക്കുമ്പോൾ കാട്ടിലെ മൃഗങ്ങളെല്ലാവരും കൂടി യൂണിയൻ കൂടി അവർ വന്നിട്ട് പറയും, ഇത് നടക്കില്ല, ഞങ്ങൾക്ക് ആകെയുള്ള സ്ഥലം കാടാണ്, നിങ്ങൾ ഈ ഒരുമാരം മറ്റേ പരിപാടി കാണിക്കരുത്, നിങ്ങൾക്ക് അവിടെ നാടുണ്ട്, ഇവിടെ വന്ന് താമസിച്ച് ഞങ്ങൾക്ക് ജീവിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവിടെ വന്ന് തടിച്ചുകൂടിയ വനപ്രസ്ഥന്മാരെല്ലാവരും കൂടി തിരിച്ച് നാട്ടിൽ വന്ന് അലഞ്ഞിരിഞ്ഞ് സന്യാസിയാണെന്നും പറഞ്ഞ് കാവ്യ കൊടുത്ത് ഇങ്ങനെ നടക്കും. ഇതാണ് ഈ പറയുന്ന ഇവരുടെ ആശ്രമം. ഇതല്ല ഇത്. ബ്രഹ്മഗുണം എന്ന് പറയുന്നത് ഇതാണ്. രൂപകൽപ്പനകൾ ചെയ്യാനായിട്ടുള്ള സ്വതസിദ്ധമായ ഗുണത്തെയാണ് ബ്രഹ്മഗുണം എന്ന് പറയുന്നത്. അത് കർമ്മമായി തിരഞ്ഞെടുത്തവനെ ബ്രഹ്മചാരി എന്ന് പറയുന്നു. അല്ലാതെ നിങ്ങളെ പഠിപ്പിച്ചത് പൊട്ടത്തരവും കള്ളത്തരവും നിങ്ങളത് വിശ്വസിക്കുകയും ചെയ്യുന്നു. ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ ആ പറയുന്ന കാര്യം? ഓരോ അദ്വൈതാർത്ഥത്തിനും ഈ ഗുണങ്ങളുണ്ടാവും. ഈ ഗുണങ്ങളെ കണ്ടെത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കള്ളത്തരം അടിച്ചുണ്ടാക്കുന്നത്. മനസ്സിലായോ? ഒരു നാടിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആ നാട്ടിലുള്ള എല്ലാ അദ്വൈതാർത്ഥങ്ങളുടെയും സൃഷ്ടി ഗുണങ്ങളെ നശിപ്പിച്ചാൽ മാത്രമേ ആ നാടിനെ അടിമകളായിട്ട് നിർത്താൻ പറ്റുള്ളൂ. ഇതെന്നുമുള്ള പ്രിൻസിപ്പിളാണ്. ആ പ്രിൻസിപ്പിളാണ് ഇവിടെയുള്ള ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് വേറെന്തോ സാധനമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഈ ബ്രഹ്മഗുണമോ വ്യാസഗുണമോ സ്വന്തം കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ, സ്വന്തം അതിഥികളായിട്ട് വരുന്ന അദ്വൈതാർത്ഥങ്ങൾക്കുണ്ടെങ്കിൽ അത് കണ്ടെത്തത്തില്ല. വേറെ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കും. മനസ്സിലായോ? അപ്പോൾ ബ്രഹ്മചാരിക്ക് വിവാഹം കഴിക്കാം. കാരണം എന്താ? ബ്രഹ്മം എന്ന് പറയുന്ന പ്രവൃത്തിയിൽ ചരിക്കുന്ന ആളെന്നേ അർത്ഥമുള്ളൂ. അയാൾക്ക് വിവാഹം കഴിക്കാം.
എന്താ പ്രശ്നം? അയാൾക്ക് വിവാഹമോ സെക്സോ എത്ര വേണമെങ്കിലും ചെയ്യാം. സന്യാസിക്ക് ചെയ്യാം, വ്യാസന് ചെയ്യാം. വ്യാസൻ എന്താണ്? അതൊരു ഗുണമാണ്. അതായത് ഹിഡൻ പാറ്റേൺസിനെ തിരിച്ചറിയാനുള്ളത്. അയാൾക്കും എന്ത് ചെയ്യാം? അയാൾക്കും കല്യാണം കഴിക്കാൻ, സെക്സ് നടത്താൻ, എന്ത് വേണമെങ്കിലും അയാൾക്ക് ചെയ്യാം. ഒരു പ്രശ്നമില്ല. ഇതിനകത്ത് സെക്സൊക്കെ എന്തിനു കൊണ്ടുവന്നെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. മനസ്സിലായ? ബ്രഹ്മചര്യം എന്ന് പറയുന്നത് മറ്റെന്താ പറയുക, സെക്സിനെ പിടിച്ചു നിർത്തുന്ന പരിപാടിയാണെന്ന്. ഇതൊക്കെ ഏത് വിഡ്ഢികളും ഉണ്ടാക്കി. അതെങ്ങനെ ആൾക്കാർ വിശ്വസിച്ചു? കാരണം സ്വന്തം കഴിവുകളെ, സ്വന്തം ഗുണങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് ആൾക്കാർക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള വർണ്ണാശ്രമത്തിലെ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പ്രായപൂർത്തിയാകുന്നവരെ ഏതോ ഒരു കൊണാണ്ട്രിയിൽ പോയിരുന്ന് പഠിക്കുകയും അത് ചെയ്യുന്ന ആളല്ല. അത് വ്യാസനും പഠിക്കണം, ബ്രഹ്മചാരിയും പഠിക്കണം. കാരണം ഇത് ഗുണത്തെ പരിശീലിപ്പിക്കുന്നതും ആ ഗുണത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന 4 വഴികളാണ്. ആ 4 വഴികളാണ് വർണ്ണാശ്രമം എന്ന് പറയുന്നത്, അടിസ്ഥാന ഗുണങ്ങൾക്കനുസരിച്ച്. അത് അടിസ്ഥാനമായിട്ട് 3 ഉള്ളൂ. 4ാമത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാനത് എത്തുമ്പോൾ പറയാം.